രാജു ഒന്ന് നിക്ക്. എന്നോട് ദേഷ്യത്തിലാണെന്ന് എനിക്കറിയാം. അറിയാലോ, പിന്നെ എന്തിനാ കാണാമെന്ന്? ഈ കരച്ചിലും സെന്റിമെന്റ്സ് ഒന്നും വേണ്ട. ഇതൊക്കെ ഞാൻ എത്ര വട്ടം കണ്ടിരിക്കുന്നു. എന്റെ മുമ്പില് ഈ വേഷം കെട്ടലൊന്നും വേണ്ട രമ്യ. ഞാൻ രാജുവിന്റെ മുൻപില് പലതരം വേഷം കെട്ടലുകൾ കാണിച്ചിട്ടുണ്ട്. പക്ഷെ എന്തൊക്കെയായാലും അതിനെല്ലാം ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ. എനിക്ക് രാജുവിനോടുള്ള സ്നേഹം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഈ പ്രണയത്തിന് എന്റെ പ്രായത്തോളം പഴക്കമുണ്ട്. ഇതിനൊക്കെയുള്ള മറുപടി ഞാൻ എത്രയോ പ്രാവശ്യം നിന്നോട് പറഞ്ഞതല്ലേ രമ്യ? പറഞ്ഞതാ, ഞാൻ കേട്ടതുവാ. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും എന്റെ മനസ്സിൽ നിന്ന് രാജുവിനെ മായ്ച്ചു കളയാൻ പറ്റുന്നില്ല. എനിക്കറിയാം ഞാൻ ചെയ്യുന്നത് പലതും തെറ്റാണെന്ന്. പക്ഷെ എന്റെ ലോകം രാജുവിനോടൊപ്പം ഉള്ളത് മാത്രമാ. രാജുവിനെ എനിക്ക് വേണം. എനിക്ക് മാത്രമായിട്ട് വേണം. എന്തൊരു കഷ്ടം രമ്യ ഇതൊക്കെ. രാജു എത്ര വേണമെങ്കിലും എന്നെ കളിയാക്കിക്കോ, എത്ര വേണമെങ്കിലും എന്നെ വഴക്കും പറഞ്ഞു. രാജുവിന് കല്യാണം കഴിക്കണമെന്നുള്ള ഒറ്റ ആഗ്രഹത്തില ഞാൻ ഈ തെറ്റൊക്കെ ചെയ്യുന്ന. എന്നോട് ക്ഷമിക്കണം. രാജു ഇല്ലാത്തൊരു ജീവിതം എനിക്കില്ല. രാജു എന്നെ മറന്നു കഴിഞ്ഞ ഞാൻ മരിക്കും. ഋതിക മാഡം. ഹലോ ഋതിക മാഡം. രാജു എവിടെയാ? ആ, ഞാൻ വീട്ടിലെ മാഡം. എന്താ മാഡം വിളിച്ച? എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? ഏയ് അങ്ങനെയൊന്നുമില്ല രാജു. ഞാൻ വെറുതെ ടെൻഷൻ വന്നപ്പോ രാജുവിനെ വിളിച്ചതാ. ടെൻഷനോ? എന്താ മാഡം?